കൊടുമുടിക്കുള്ള വഴിക്ക് തുടക്കത്തിലെ തന്നെ നമുക്ക് സേക്രഡ് ഹാർട്ട് ചർച്ച് ഉള്ളനാട് കാണാവേ. വളരെ മനോഹരമായ ഒരു ചർച്ച്. ഇതാണ് എലിവാലി ജംഗ്ഷൻ. ഈ രണ്ട് കടമുറിയുടെ ഇടയ്ക്കൂടെ ഒരു റോഡ് പോകുന്നുണ്ട്. ആ റോഡിൽ കൂടെ നമുക്ക് സഞ്ചരിച്ചാൽ ഉള്ളനാട് എത്തിച്ചേരാൻ സാധിക്കും. ഇത് പ്രവിത്താനത്തിൽ നിന്ന് അന്തിനാട് കൊല്ലപ്പള്ളിയൊക്കെ പോകുന്ന റൂട്ടാണ്. അപ്പോൾ ഈ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഇവിടുത്തെ സെൻറ്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇവിടുത്തെ രണ്ട് കെട്ടിടങ്ങളാണിത്. അതിന് തൊട്ടടുത്തായിട്ട് സെൻറ്റ് അഗസ്റ്റീൻസ് ഫൊറോണ ചർച്ചും സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വന്ന വഴി ഇതാണ്. ഈ കാണുന്ന വഴി നേരെ പോകുന്നത് കൊടുമ്പുടിക്കാണ്. ഇവിടെ ഓട്ടോറിക്ഷ സ്റ്റാൻഡും കടകളൊക്കെ കാണാവേ. ഹായ്, വിജോയാണ്. നമ്മളിന്ന് പോകുന്നത് കോട്ടയം ജില്ലയിലെ ഉള്ളനാട്, പ്രവിത്താനം തുടങ്ങിയ ഗ്രാമീണ പ്രദേശങ്ങളിലെ കാഴ്ചകൾ കാണാനായിട്ടാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം. ഇതൊരു ചെറിയൊരു വീഡിയോയാണ്. അപ്പോൾ വില്ലേജ് വ്ളോഗ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളങ്ങനെ തൊടുപുഴ മുട്ടം പാലാരോട് സഞ്ചരിച്ച് എലിവാലി എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. എലിവാലിയിലെ സെൻറ്റ് ജോർജ് ചർച്ച് ജിയോവാലിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടുന്ന് തൊട്ടടുത്തൊരു ചെറിയൊരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിൽ നിന്നാണ് നമ്മൾ തിരിഞ്ഞ് ഉള്ളനാട് എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്ക് പോകുന്നത്. ഇതാണ് എലിവാലി ജംഗ്ഷൻ. ഈ രണ്ട് കടമുറിയുടെ ഇടയിലൂടെ ഒരു റോഡ് പോകുന്നുണ്ട്. ആ റോഡിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് ഉള്ളനാട്ടിൽ എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആ റോഡിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഉള്ളനാട് മാത്രമല്ല, നമുക്ക് കയ്യൂര്, പ്രവിത്താനം, അതുപോലെ ഈരാറ്റുപേട്ട തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും പോകാൻ സാധിക്കും. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് കണ്ടതാണ് ധാരാളം കൃഷിയിടങ്ങൾ, റബ്ബർ തോട്ടങ്ങൾ, അതുപോലെ വാഴത്തോട്ടങ്ങൾ തുടങ്ങിയ ഒരുപാട് കൃഷി രീതികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ വന്ന വഴി ഇതാണ്. അപ്പോൾ ഇവിടുന്ന് ഈ കാണുന്ന വഴിയിലൂടെ മുന്നോട്ട് സഞ്ചരിച്ചാൽ നമുക്ക് കയ്യൂർമലയിൽ എത്തിച്ചേരാൻ സാധിക്കും. നമ്മൾ മുൻപ് കയ്യൂർമലയുടെ വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് നമ്മൾ ഉള്ളനാടിനെ പരാമർശിച്ചിരുന്നു. അപ്പോൾ ആ വരുന്ന വഴി ഇങ്ങോട്ടാണ് എത്തിച്ചേരുന്നത് കേട്ടോ. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് ലിങ്ക് നമ്മൾ ഐക്കാർഡിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ ജംഗ്ഷനിലാണ് വന്ന് ചേരുന്നത്. അപ്പോൾ ഈ കാണുന്ന വഴി നമുക്ക് നേരെ ഉള്ളനാട്ടിലേക്ക് പോകാം. ഉള്ളനാട് വഴി പ്രവിത്താനവും അതുപോലെ പാലായ്ക്കൊക്കെ പോകാം. അങ്ങനെ നമ്മൾ ഉള്ളനാടിൻ്റെ ഏകദേശം അടുത്തെത്താറായിട്ട് അപ്പോൾ നമുക്കൊരു പഴയ രീതിയിലൊരു കടയും ഒക്കെ കാണാവേ. ഇതിന് തൊട്ടടുത്തായിട്ട് നമുക്ക് ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രം എന്ന് പറയുന്ന ഒരു ക്ഷേത്രം ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മളിങ്ങ് ദൂരെയായിട്ട് കാണുന്നത് കയ്യൂർമലയുടെ കാഴ്ചകളാട്ടോ. നമ്മൾ കയ്യൂർമലയിലെ നാടുകാണി വ്യൂ പോയിൻ്റ് ഒക്കെ പോയില്ലായിരുന്നു. അവിടെ നമുക്ക് ഉള്ളനാടൊക്കെ കാണാൻ സാധിച്ചിരുന്നു. അങ്ങനെ നമ്മൾ ഉള്ളനാട് എത്തിയിരിക്കുകയാണ്. ഉള്ളനാട് ഒരു സ്കൂളാണ്, സേക്രഡ് ഹാർട്ട് UP സ്കൂൾ ഉള്ളനാട്. അതിൻ്റെ ഒരു കവാടമൊക്കെ കാണാം. ഇതാണ് ഉള്ളനാട് ടൗൺ എന്ന് പറയുന്നത്. ഇവിടെ ചെറിയ കടകളും ഓട്ടോറിക്ഷ സ്റ്റാൻഡൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് ഉള്ളനാട്ടിലെ പള്ളി കേട്ടോ. അപ്പോൾ നമ്മൾ എലിവാലിയിൽ നിന്ന് വന്ന വഴി ഇതാണ്. ഇവിടെ സ്കൂളും അടുത്ത് പള്ളിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് നേരെ കാണുന്ന വഴി കൊടുമ്പുടിക്ക് വന്ന വഴിയാണ്. ഇത് ഇവിടുത്തെ ഓട്ടോറിക്ഷ സ്റ്റാൻഡാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കങ്കാരു എന്ന സിനിമ ചിത്രീകരിച്ചിരുന്നു. ഇവിടുന്ന് നേരെ കാണുന്ന വഴി പ്രവിത്താനവും ഇടത്തേക്ക് കാണുന്ന വഴി വേഴങ്ങാനം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കും പോകുന്ന വഴിയാണ്. പാലായിൽ നിന്ന് ഏകദേശം 9 കിലോമീറ്ററും ഈരാറ്റുപേട്ടയിൽ നിന്ന് ഏകദേശം 13 കിലോമീറ്ററുമാണ് ഉള്ളനാട്ടിലേക്കുള്ളത്. കൊടുമ്പുടിയിലേക്ക് പോകുന്ന വഴിക്കാണ് നമ്മുടെ ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. സേക്രഡ് ഹാർട്ട് ചർച്ച് ഉള്ളനാട്, ഇതാണ് പള്ളിയുടെ പേര്. സ്റ്റെപ്പുകളോടെ കയറി വേണം നമുക്ക് പള്ളിയിലേക്ക് എത്തിച്ചേരാനായിട്ട്. അതുപോലെ റോഡൊക്കെ ഉണ്ട്. പള്ളിയുടെ ഇരു സൈഡും നമുക്ക് ഗ്രോട്ടോ കാണാവേ. അപ്പം ഇതാണ് പള്ളിയിലോട്ട് കയറി പോകുന്ന റോഡ്. തൊട്ട് താഴെയായിട്ട് നമുക്ക് കൊടുമ്പുടിക്ക് പോകാനുള്ള റോഡാണേ. നമ്മൾ ഉള്ളനാട്ടിലെ കാഴ്ച കണ്ടതിന് ശേഷം നമ്മൾ പ്രവിത്താനത്തേക്ക് വരുന്ന വഴിക്ക് കണ്ട കാഴ്ചയാണ് ഇവിടെ. കൃഷികൾ, വിവിധ തരത്തിലുള്ള കൃഷികൾ നമുക്ക് കാണാം. വാഴ കൃഷി ഇതാക്കുന്നതും കപ്പ കൃഷി ഇതാക്കുന്നതൊക്കെ ആയിട്ടുള്ള മനോഹരമായ കാഴ്ചകൾ. ഈ ഉള്ളനാടും പ്രവിത്താനവും ഒക്കെ ഒരു കാർഷിക ഗ്രാമമാണ്. ഇവിടെ വിവിധ തരത്തിലുള്ള കൃഷികൾ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരും തന്നെ തോട്ടത്തിലെ കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ചെറിയൊരു കൈത്തോട് ഒഴുകുന്നുണ്ട്. കൃഷിയിടത്തിലേക്കൊക്കെ വെള്ളമൊക്കെ കൊണ്ടുപോകുന്നതായിട്ടുള്ള കൈത്തോടുകളാണ് ഇവിടെ ഒഴുകുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളനാട്ടിൽ നിന്ന് 1.5 കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മൾ പ്രവിത്താനത്ത് എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ കണ്ട റോഡ് ഈരാറ്റുപേട്ടയ്ക്കാണ്. ഈ കാറ് പോണ വഴിയാണ് നമ്മൾ വന്ന ഉള്ളനാട്ടിൽ നിന്നുള്ള വഴി. അപ്പോൾ നേരെ കാണുന്ന വഴി കൊല്ലപ്പള്ളിക്കാണ്. അപ്പോൾ ഈ കാണുന്ന നാലുംകൂടി ജംഗ്ഷനാണ് പ്രവിത്താനം. ഇവിടെ പഴയ രീതിയിലുള്ള കടകളും പുതിയ രീതിയിലുള്ള കടകളും എല്ലാം കൊണ്ടും സമ്പുഷ്ടമാണ് പ്രവിത്താനം. ഇത് പ്രവിത്താനത്തിൽ നിന്ന് അന്തിനാടിലേക്കുള്ള വഴിയാണ്. അപ്പോൾ ഈ കാണുന്നത് സെൻറ്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. അപ്പോൾ 2 സ്കൂൾ മന്ദിരങ്ങളൊക്കെ നമുക്ക് കാണാം. ഇതിന് തൊട്ടടുത്തായിട്ട് സെൻറ്റ് അഗസ്റ്റീൻസ് പള്ളി പ്രവിത്താനം സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ പ്രവിത്താനത്തെയും ഉള്ളനാട്ടിലെയും വിശേഷങ്ങൾ. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു മനോഹരമായിട്ട് വരുന്നതിലേക്കും എല്ലാവർക്കും ബൈ.